പാലക്കാടിന്റെ നിഴൽ എംഎൽഎയായി താൻ ഉണ്ടാകുമെന്ന് പാലക്കാട് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട എൻഡിഎ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. ജില്ലയിൽ തന്റെ തോൽവിക്ക് കാരണം CPM കോൺഗ്രസിന് വോട്ട് മറിച്ചതുകൊണ്ടാണെന്നും ശോഭാ സുരേന്ദ്രൻ പറയുന്നു. പാലക്കാടിന് ഒരു MLA നിയമസഭയിലും മറ്റൊരു MLA ജനങ്ങൾക്കിടയിലും ഉണ്ടാകുമെന്നും ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളോട് പറഞ്ഞു. BJPയുടെ 3 പ്രതിനിധികളാണ് നിയമസഭയിലെത്തുന്നത്. ഇതിൽ സംസ്ഥാന പ്രസിഡന്റുമുണ്ട്. പാർട്ടിയിൽ സംസ്ഥാന പ്രസിഡന്റിന് കീഴിൽ ജോലി ചെയ്യുന്ന ആളാണ് താൻ. ഇതുവഴി പാലക്കാടിന്റെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ നിയമസഭയിൽ എത്തിക്കാൻ പ്രവർത്തിക്കും. പാലക്കാടിന് ഒരു MLA നിയമസഭയിലും മറ്റൊരു MLA ജനങ്ങൾക്കിടയിലും ആയിരിക്കും. താൻ നിഴലെന്ന പോലെ MLA ആയി പ്രവർത്തിക്കും. ജില്ലയിൽ തന്റെ തോൽവിക്ക് കാരണം CPM കോൺഗ്രസിന് വോട്ട് മറിച്ചതാണ്. തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 42% വോട്ട് എന്ന പഴയ കണക്ക് നിലനിർത്തിയപ്പോൾ CPMന് വോട്ട് കുറഞ്ഞു. BJPക്ക് 5% കൂടി. അത് 10,000-ഓളം വോട്ടുകളാണ്. സംസ്ഥാനത്ത് ഏറ്റവും അധികം വോട്ട് വീതം വർദ്ധിച്ച ജില്ല പാലക്കാടാണ്. കേരളത്തെ ഡബിൾ എഞ്ചിൻ സർക്കാരിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. ഇതിനായി കേന്ദ്രം സഹായിക്കുന്നുണ്ട്. ഇലക്ഷന് നിൽക്കുമ്പോഴും ഇലക്ഷൻ തോറ്റുകഴിഞ്ഞപ്പോഴും പ്രധാനമന്ത്രി തന്നെ വിളിച്ച് സംസാരിച്ചു. ഇതിൽ കൂടുതൽ എന്ത് സർട്ടിഫിക്കറ്റാണ് ലഭിക്കേണ്ടത്? താൻ റാങ്ക് നേടി പാസ്സായ കുട്ടിയാണെന്ന് കേന്ദ്ര നേതാക്കൾക്ക് അറിയുമെന്നും അതേറെ സന്തോഷം എന്നും പറഞ്ഞു. വോട്ടിന് പണം നൽകിയ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ മാധ്യമങ്ങൾ ചെയ്തതു തന്നെ ഉപകാരമല്ലേ എന്നായിരുന്നു പ്രതികരണം. പാലക്കാടിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വോട്ട് വിഹിതം 5% വർദ്ധിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 10,000-ലധികം വരുന്ന വോട്ടുകൾ കൂടുതൽ നൽകാൻ ഇവിടുത്തെ സഹോദരി സഹോദരന്മാർ അനുഗ്രഹിച്ചു എന്നുള്ളത്. UDFന്റെ 42% തന്നെ UDFന്റെ വോട്ട് വീതം നിൽക്കുന്നു. പാലക്കാട് എങ്ങനെയാണ് ശോഭാ സുരേന്ദ്രൻ തോറ്റത്? കോൺഗ്രസിന്റെ ഉള്ള 42%, 48% വാങ്ങിയിട്ടല്ല കോൺഗ്രസ് വിജയിച്ചത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശതമാനം താഴേക്ക് പോയത് കൊണ്ടാണ്. അപ്പൊ അതിൽ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജയമെന്ന് പറയുന്നത് ജയമാണ് ജനാധിപത്യത്തിൽ. ആ ജയത്തെ തീർച്ചയായിട്ടും അംഗീകരിക്കും. പാലക്കാട്ടുകാർക്ക് 2 MLA ഉണ്ടാകും. ഒരാൾ നിയമസഭയ്ക്കകത്തായിരിക്കും, ഒരാൾ പാലക്കാടിലെ ജനങ്ങൾക്കിടയിലായിരിക്കും. ഞാനൊരു നിഴൽ MLA ആയിരിക്കും. പക്ഷെ 15 വർഷക്കാലം ഇവിടെ UDFന്റെ MLAമാർ കയ്യിലിട്ട് അമ്മാനമാടിയിട്ടുള്ള ഒരു നിയോജകമണ്ഡലമാണ് പാലക്കാട് നിയോജകമണ്ഡലം. ആ നിയോജകമണ്ഡലത്തിൽ പെട്ടെന്ന് അവർക്ക് ചിലപ്പോൾ ശോഭയെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല. അതൊന്നും ഒരു പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. MLA ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ജോലി പാലക്കാടിലെ എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്യും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.